നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിവറേജിന്റെ ഔട്ട്ലെറ്റുകളിൽ ബിയറിന് ക്ഷാമം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി രാത്രി അരമണിക്കൂറാണ് ലോഡ് ഷെഡിംഗ്. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. മെയ് 15-ന് SSLC പരീക്ഷ ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ദീർഘകാലം പങ്കാളിക്കൊപ്പം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കഴിഞ്ഞ ശേഷം അത് അവസാനിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് ഒറ്റയടിക്ക് 520 രൂപയാണ് കുറഞ്ഞത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴും പ്രവൃത്തികൾക്ക് തടസ്സമായ KSEBയുടെ വൈദ്യുതി കാലുകൾ മാറ്റുന്നില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. ബിവറേജിന്റെ ഔട്ട്ലെറ്റുകളിൽ ബിയറിന് ക്ഷാമം. വേനൽ കനത്തതോടെ ബിയറിന്റെ വിൽപ്പന വർദ്ധിച്ച സാഹചര്യത്തിൽ ക്ഷാമം നേരിട്ടത് വിൽപ്പനയെ ബാധിച്ചു. പല പ്രമുഖ ബ്രാൻഡുകളും കിട്ടാനില്ലെന്ന് പറയുന്നു. ബിയർ കുപ്പികളിലെ ലേബൽ ഒട്ടിക്കുന്നതിൽ കാലതാമസം വരുന്നതാണ് ഔട്ട്ലെറ്റിൽ ബിയർ ആവശ്യാനുസരണം ലഭിക്കുന്നതിന് താമസം വരുന്നത് എന്നാണ് പറയുന്നത്. ബിവറേജിന്റെ ചാലക്കുടിയിലെ ഗോഡൌണിലെ ഏതാനും തൊഴിലാളികളെ തൃപ്പൂണിത്തുറയിലെ ഗോഡൌണിലേക്ക് സ്ഥലം മാറ്റിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ബിയർ കുപ്പികളിലെ ലേബൽ ഒട്ടിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്ന ഗോഡൌണിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി രാത്രി അരമണിക്കൂറാണ് ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണമെന്ന് KSEB അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നിരിക്കുകയാണ്. പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ഏപ്രിൽ 18-ന് സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തി. വൈകുന്നേരം 6-നും 10-നും ഇടയിലെ വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിലാദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23-ന് രാത്രി 10:30-ന് 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. വൈകുന്നേരം 6-നും 11-നും ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് KSEB അറിയിച്ചു. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, AC തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗവും വൈദ്യുതി വാഹന ചാർജിങ്ങും വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി മറ്റ് സമയങ്ങളിൽ ക്രമീകരിക്കാം. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റുപകരണങ്ങളും ഓഫാക്കാം. AC-യുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുന്നതും വൈദ്യുതി ലാഭിക്കാൻ സഹായകമാണെന്ന് KSEB അറിയിച്ചു. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ആലപ്പുഴ കുരുമ്പേമഠം മുരളീധരനാണ് യജ്ഞാചാര്യൻ. 6-ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 6-ന് ഗണപതി ഹോമം, 7-ന് പാരായണം, 9-ന് സുദർശന ഹോമം, വൈകിട്ട് 5-ന് ലളിതാ സഹസ്രനാമജപം,
6:30 ദീപാരാധന എന്നിവയുണ്ടാകും. 30 രാവിലെ 11 അവഭൃത സ്നാനം, പൂമൂടൽ, മംഗളാരതി സമർപ്പണം എന്നിവയുടെ യജ്ഞം സമാപിക്കും. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴും പ്രവൃത്തികൾക്ക് തടസ്സമായ KCBയുടെ വൈദ്യുതി കാലുകൾ മാറ്റുന്നില്ലെന്ന് ആക്ഷേപം. മലയോര ഹൈവേ നിർമ്മാണത്തിന് മുൻപ് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് കിംഫി വൈദ്യുതി ബോർഡിന് ഫണ്ട് കൈമാറിയിട്ടുണ്ട്. എങ്കിലും ഇനിയും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ ബോർഡിന് അലംഭാവം. കുറെ പോസ്റ്റുകൾ മാറ്റിയിട്ടുണ്ട്. ടാറിംഗ് നടക്കുന്നതിന് മുൻപായി പോസ്റ്റുകൾ മാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മെയ് 15 SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSLC ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. മെയ് അവസാനത്തോടുകൂടി അതിന്റെ ഫലവും പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലം മെയ് 22 പ്രഖ്യാപിക്കും. 2ാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8 1ാം വർഷ പരീക്ഷാ ഫലം ജൂൺ 10 പ്രഖ്യാപിക്കും. പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കാത്ത 2000-ലധികം അധ്യാപകരുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരീക്ഷാ മൂല്യനിർണ്ണയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിഴവുകൾ വരുത്തുന്ന സ്കൂൾ അധികാരികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ദീർഘകാലം പങ്കാളിക്കൊപ്പം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കഴിഞ്ഞ ശേഷം അത് അവസാനിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാരോപിച്ചുള്ള പരാതിയിലാണ് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ നിരീക്ഷണം. നിയമപരമായുള്ള വിവാഹ ബന്ധത്തിന് പുറത്ത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന അപകട സാധ്യതകൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിവാഹിതരാകാതെ ഒരുമിച്ച് കഴിയുമ്പോൾ ബന്ധം ഒഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാകില്ല. വിവാഹം നടന്നില്ല എന്നതുകൊണ്ട് ലൈംഗിക അതിക്രമമാകുമോ? ഉഭയസമ്മതത്തോടെയുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ലൈംഗിക അതിക്രമ കേസെന്നും കോടതി ചോദിച്ചു. ആ ബന്ധത്തിൽ കുട്ടി ജനിച്ചതും ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ബുയാൻ എന്നിവരുടെ ബെഞ്ച് പരാമർശിച്ചു. പീഡന കേസ് റദ്ദാക്കിയ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു യുവതി സുപ്രീം കോടതിയെ സമീപിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പങ്കാളി പീഡിപ്പിച്ചെന്നും പണം തട്ടിയെടുത്ത് വഞ്ചിച്ചെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊരു ലിവ് ഇൻ ബന്ധമാണ്. നിയമപരമായി വിവാഹം പോലും കഴിക്കാതെ തന്നെ ഒരു കുട്ടി ജനിച്ചു. ഇപ്പോൾ ഒരാൾ പറയുന്നു ബലാത്സംഗവും ആക്രമണവും നടന്നെന്ന്. എന്താണിത്? ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം എങ്ങനെയാണ് ബലാത്സംഗ ആരോപണമാകുന്നതെന്നും ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. ബന്ധം പിരിഞ്ഞാൽ സ്ത്രീ വന്ന് പുരുഷനെതിരെ ബലാത്സംഗ പരാതി ഉന്നയിക്കും. വിവാഹത്തിന് പുറത്തുള്ള എല്ലാ ബന്ധങ്ങളുടെയും സ്ഥിതി ഇതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഭർത്താവ് നേരത്തെ നഷ്ടപ്പെട്ടുവെന്നും ഭർത്താവിന്റെ സഹോദരി ഭർത്താവാണ് പ്രതിയെ പരിചയപ്പെടുത്തിയതെന്നും യുവതി പറഞ്ഞു. വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകി ചൂഷണം ചെയ്യുകയായിരുന്നു. ഇയാൾ 4 വിവാഹം കഴിച്ചിരുന്നുവെന്നും ഇക്കാര്യം യുവതിക്ക് അറിയില്ലായിരുന്നുവെന്നും ഹർജിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ വിവാഹം കഴിക്കാതെ ഇയാൾക്കൊപ്പം യുവതി എന്തിന് കഴിഞ്ഞെന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നും കോടതി ചോദിച്ചു. അതേസമയം ലിവിൻ ബന്ധത്തിൽ ജനിച്ച കുട്ടിക്ക് നിയമപരമായ പരിരക്ഷ ഉണ്ടെന്നും ജീവനാംശം തേടാമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. നിയമപരമല്ലാത്ത ബന്ധങ്ങളിൽ ജനിക്കുന്ന കുട്ടി നിയമപരമല്ലാതാകുന്നില്ല. ഇവർക്കിടയിൽ നിയമപരമായ വിവാഹബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൂടുതൽ നന്നാകുമായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മധ്യസ്ഥ ചർച്ചയിൽ കൂടി പ്രശ്നം പരിഹരിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് ഒറ്റയടിക്ക് 520 രൂപയാണ് കുറഞ്ഞത്. 1,12,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 65 രൂപയാണ് കുറഞ്ഞത്. 14,025 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. എണ്ണവില കുത്തനെ ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $110 അടുക്കുകയാണ്. നിലവിൽ 0.90% വർദ്ധിച്ച് $106 മുകളിലാണ് എണ്ണവില.
പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ അമേരിക്ക നീട്ടിയെങ്കിലും സമാധാന ചർച്ചകളിലെ അനിശ്ചിതത്വവും ഹോർമുസ് കടലിടുക്കിലെ തുടർച്ചയായ തടസ്സങ്ങളുമാണ് ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു നിൽക്കാൻ കാരണം. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിനെ രക്ഷിച്ച് തൃശൂർ റൂറൽ പോലീസും. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ഗുളികകൾ അമിതമായി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച എറണാകുളം കണ്ണമാലി സ്വദേശിയായ യുവാവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. യുവാവിനെ കാണാനില്ലെന്ന പരാതിയിൽ കണ്ണമാലി പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് യുവാവ് ചാലക്കുടിയിലാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് കണ്ണമാലി പോലീസ് വിവരം ചാലക്കുടി പോലീസിനെ അറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ചയുടൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ GSI സുനിൽ, CPOമാരായ സജീഷ്, സജീവ് എന്നിവർ നടത്തിയ ഊർജിതമായ തിരച്ചിലിനൊടുവിൽ ആനമല ജംഗ്ഷനിലെ ലോഡ്ജിൽ നിന്നും യുവാവിനെ അവിശ്വ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് വാഹനത്തിൽ തന്നെ യുവാവിനെ അതിവേഗം ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചതിനാൽ യുവാവ് അപകടനില തരണം ചെയ്തു. പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലമാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. അങ്കമാലി എലവൂർ റെയിൽവേ മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. എതിർദിശകളിലൂടെ വരികയായിരുന്ന കാറുകളാണ് നേർക്കുനേരെ കൂട്ടിയിടിച്ചത്. റോഡിലൂടെ കടന്നുപോയ ഇരുചക്ര വാഹനത്തിലും കാർ തട്ടി. ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്കേറ്റു. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയായിരുന്നു അപകടം. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. പുതിയ അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിൽ ചേരാനെത്തുന്ന കുട്ടികൾക്ക് രേഖകളില്ലാത്തതിന്റെ പേരിൽ പ്രവേശനം നിഷേധിക്കില്ല. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയില്ലെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും പ്രവാസികളുടെയും കുട്ടികൾക്ക് പ്രവേശനം നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. സംസ്ഥാന സിലബസിലുള്ള സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെല്ലാം മെയ് 2 പ്രവേശനം തുടങ്ങും. രേഖകളില്ലാത്ത കുട്ടികൾക്ക് അവ ലഭിക്കും വരെ താൽക്കാലികമെന്ന നിലയിലായിരിക്കും പ്രവേശനം. ഒരു തരത്തിലുമുള്ള പ്രവേശന പരീക്ഷകളും പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. രേഖകളില്ലാതെ പ്രവേശനം നൽകുന്ന കുട്ടികളുടെ രേഖകൾ സ്കൂൾ തുറന്ന് 6ാം ദിവസം നടക്കുന്ന തലയെണ്ണൽ ഘട്ടത്തിൽ നൽകിയില്ലെങ്കിൽ അവരെ എണ്ണത്തിൽ കൂട്ടില്ല. കഴിഞ്ഞ വർഷം ആധാർ അപ്ലോഡ് ചെയ്യാത്തതിന്റെ പേരിൽ പല സ്കൂളുകളിലും കുട്ടികൾ ഉണ്ടായിട്ടും തസ്തിക നിർണയത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിന്നീട് സമയം നീട്ടി നൽകി. കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നു. മെയ് 8 വെള്ളിയാഴ്ച രാവിലെ 10 കൊരട്ടി സഹകരണ ബാങ്ക് ഹാളിലാണ് സെമിനാർ. പ്രശസ്ത കരിയർ ഗുരു PL ജോബിയാണ് ക്ലാസ് നയിക്കുന്നത്. 10-12 ക്ലാസുകളിൽ പരീക്ഷ എഴുതിയ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 150 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് 7356606644 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന VR പുരം ITIയിലെ ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ലേലം ചെയ്യുന്നു. ലേലവസ്തുക്കൾ മെയ് 12 രാവിലെ 11 മണിക്ക് VR പുരം ITIയിൽ ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ പരസ്യമായി ലേലം ചെയ്യും. ലേലത്തിൽ പങ്കെടുക്കുന്നവർ 200 രൂപ നിരതദ്രവ്യം കെട്ടിവെക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് VR പുരം ITIയിൽ ബന്ധപ്പെടുക. ഫോൺ 048027006005. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിവറേജിലെ ഔട്ട്ലെറ്റുകളിൽ ബിയറിന് ക്ഷാമം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി രാത്രി അരമണിക്കൂറാണ് ലോഡ് ഷെഡിംഗ്. ആളൂർ
SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. മെയ് 15 SSLC പരീക്ഷ ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ദീർഘകാലം പങ്കാളിക്കൊപ്പം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കഴിഞ്ഞ ശേഷം അത് അവസാനിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് ഒറ്റയടിക്ക് 520 രൂപയാണ് കുറഞ്ഞത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴും പ്രവൃത്തികൾക്ക് തടസ്സമായ KSEBയുടെ വൈദ്യുതി കാലുകൾ മാറ്റുന്നില്ലെന്ന് ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.